ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി ആ പ്രിയെ വിളിച്ചു നോക്കാം. ഇത് പ്രിയല്ലേ? അതെ, എന്താ കാര്യം? ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു. ആളിപ്പോ ഓഫീസിലുണ്ടോ? അദ്ദേഹം കാലത്ത് മുതൽ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണ്. അല്ല, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അത്യാവശ്യമായ കാര്യമാണോ? അതെ, ഒരു ചെറിയ വിശേഷം പറയാനുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞാലുടനെ എന്നെ വിളിക്കാൻ പറയണേ. ആ, പറയാം. ഇവളെ ഭർത്താവ് രാകേഷ് ഇല്ലാത്ത സമയം നോക്കി വന്നതാ, അതങ്ങനെയും ആയി. മഴയിൽ നിന്റെ മുടിയഴകിൽ കടമൊഴിയെ എന്നെ കനിയണമേ. കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടിയാൻ പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. തെന്നിലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. നീ തൊട്ട തെന്നലേറ്റാൽ നരകവും സ്വർഗമാകും. നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. ദർശിനി പ്രിയദർശിനി ദർശിനി ദർശിനി പ്രിയദർശിനി ദർശിനി. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടിയാൻ നിൻ കണ്ണിലെൻ സൂര്യൻ ഉദിച്ചു മെല്ലെ മെല്ലെ. നിൻ കാതിലെൻ ഗാനം തഴുകി മെല്ലെ മെല്ലെ. നിൻ കണ്ണിലെൻ സൂര്യൻ ഉദിച്ചു മെല്ലെ മെല്ലെ. നിൻ കാതിലെൻ ഗാനം തഴുകി മെല്ലെ മെല്ലെ. പൂങ്കാറ്റ് ചൊല്ലിടാമോ എന്നെ ഈ പ്രണയം? വേഗമേ ചൊല്ലിടാമോ എന്റെ ഈ പ്രണയം? ദർശിനി പ്രിയദർശിനി ദർശിനി ദർശിനി പ്രിയദർശിനി ദർശിനി. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടിയാൻ പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. നീ എന്തോ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞേ? നോക്കു ചേട്ടാ, എനിക്ക് വയനാട്ടിലോട്ട് ട്രാൻസ്ഫർ ആയി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടനോട് എന്റെ കോളേജിലെ എന്റെ സ്റ്റുഡന്റ് നീലിമയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ കോളേജിൽ ആ സുന്ദരി കുട്ടിയെ കുറിച്ചല്ലേ പറയുന്നത്? ഓ, അവൾ അത്ര വലിയ സുന്ദരി ഒന്നും അല്ല. അത് പോട്ടെ,
ഞാനന്ന് പ്രിൻസിപ്പലിന് അവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ അവളുടെ അച്ഛൻ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് എന്നെ ട്രാൻസ്ഫർ ആക്കിയതാണ്. ഞാൻ ഇനി എന്ത് ചെയ്യും? നീലിമയുടെ അച്ഛന് മാത്രമൊന്നല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരായിട്ട് നല്ല ബന്ധമുണ്ട്. ഇവിടെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും രാഷ്ട്രീയക്കാരുടെ കൊടിയുടെ നിറം നോക്കാതെ ലക്ഷങ്ങൾ ഞങ്ങൾ എണ്ണിക്കൊടുക്കാറുണ്ട്. എന്തോ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് വിവരമില്ല. ഞാൻ ഇനി എന്താ ചെയ്യാ? നിനക്കിപ്പോ ഈ ട്രാൻസ്ഫർ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്ത് കിട്ടിയാ പോലെ. മതി. നീ ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതാ, ആ നമ്പർ ഡേറ്റ് എല്ലാം ഇതാ. ഇതാ. ഹലോ, അനിരുദ്ധാണേ. എന്തൊക്കെയുണ്ടോ? ആ സാർ, ഞങ്ങളൊരു ട്രാൻസ്ഫർ ഓർഡർ ഒന്ന് അടിയന്തരമായിട്ട് ക്യാൻസൽ ചെയ്യണല്ലോ. ആ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണം. ലെറ്റർ നമ്പർ ഉണ്ടോ? ആ ലെറ്റർ നമ്പർ ഉണ്ടല്ലോ. എന്നാ പറയ്. ലെറ്റർ നമ്പർ KL-10-20681 ഡേറ്റഡ് 21 മാർച്ച്. അനിരുദ്ധേ, കാശേരുള്ള കേസാണേ. പാർട്ടി ഫണ്ടിലേക്ക് ആക്കിയാ മതി. എന്റെ സാറേ, ഞാൻ ഇതുവരെ ചെലവാക്കാതിരുന്നിട്ടുണ്ടോ? 2 ലക്ഷം ആവേ. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ഈ ഓർഡർ ക്യാൻസലായി എനിക്ക് ഫാക്സ് ആയി അയച്ചു തരണം. ഈ നിസ്സാര കാര്യത്തിന് 24 മണിക്കൂറൊന്നും വേണ്ടോ? താൻ ആ നമ്പർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കി. ഒറ്റ മണിക്കൂർ കൊണ്ട് ഓർഡർ റെഡി. ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ നമ്പർ സെൻഡ് ചെയ്യാം. ചേട്ടാ, ആ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ആവൂലേ? ആ നീലിമയുടെ മുമ്പിൽ എനിക്ക് തോൽക്കാൻ വയ്യ. നീ ധൈര്യമായിരിക്കെ. ഈ നീലിമേൽ അവളെ തന്ത വിചാരിച്ചാൽ ഒരു ചുക്കും തന്നെ ചെയ്യാൻ പറ്റില്ല. താങ്ക് യു ചേട്ടാ. ചേട്ടൻ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. അവളെ കോപ്പിലൊരു ട്രാൻസ്ഫർ ഓർഡർ. ലേഖയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ജോലിയുടെ ആവശ്യമല്ല. വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചാൽ പോരെ? അത് തന്നെയല്ലേ നമ്മളെ പാരമ്പര്യവും. എന്ത് ചെയ്യാനാച്ചാ, അന്ന് അവളെ പെണ്ണ് കാണാൻ പോയപ്പോഴേ ജോലിക്ക് പൊയ്ക്കോളാം ഞാൻ വാക്ക് കൊടുത്തു. ഇനിയിപ്പത് മാറ്റാൻ പറ്റുമോ? പെണ്ണുങ്ങളുടെ സ്വഭാവം നോക്കാതെ തൊലിവെളുപ്പ് മാത്രം നോക്കി കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീ എല്ലാം സഹിച്ചോ? ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇനിയും ഇവള് കാരണം എന്തൊക്കെ സഹിക്കാനിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അടുത്ത ആഴ്ച ബിസിനസ് കാര്യത്തിനായി അബുദാബിയിലേക്ക് പോവാ. 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എന്നാ ശരി. പെണ്ണുങ്ങളുടെ സ്വഭാവം നോക്കാതെ തൊലിവെളുപ്പ് മാത്രം നോക്കി കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീ എല്ലാം സഹിച്ചോ? ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. എടാ രാകേഷ്, ഞാൻ നിന്നെ എന്റെ ബിസിനസ് പാർട്ണറിന്റെ ഭർത്താവായിട്ടല്ല, സ്വന്തം ബ്രദറായിട്ടാണ് കാണുന്നത്. നോക്ക്, മന്ത്രിമാർക്കും ഓഫീസർമാർക്കും അത്യാവശ്യം കൈക്കൂലി കൊടുത്താൽ കോടികളുടെ ടെൻഡറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നീ ഒന്ന് ഓക്കെ പറഞ്ഞാൽ ഞാൻ നാളെ തന്നെ ചെയ്യാം. കോടികൾ കൈക്കൂലി കൊടുത്തിട്ടുള്ള ടെൻഡറും കരാറും ഇതൊന്നും എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അനിരുദ്ധ. അതുകൊണ്ട് എത്ര നഷ്ടം വന്നു? ഒന്നുകൂടെ ചിന്തിച്ചൂടെ? എനിക്കൊന്നും ചിന്തിക്കാനില്ല. മറ്റൊന്നും പറയാനില്ലല്ലോ? ഇല്ല. ഇവ മൊത്തം ഒരു പാരയാണല്ലോ, എന്താ ചെയ്യാ? ലേഖ വിവാഹം കഴിച്ചതോടെ അനിരുദ്ധ് എന്നെ മറന്നതുപോലെയായി. ആ, എന്നിട്ടാണോ ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിന്നെ കാണാൻ വരുന്നത്? ഓ, വലിയ കാര്യമായിപ്പോയി. അതിൻ്റെ ഇടയിൽ കൽപ്പറ്റയിലും ആലുവയിലും നമ്മുടെ കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് തുടങ്ങുവാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്ക് ചേട്ടാ, നമുക്ക് കുറച്ച് ദിവസം നാട് വിട്ടു പോയാലോ? ഈ ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോളെ. പക്ഷെ പെട്ടെന്ന് വയ്യ. നീ ഒരു മാസം കൂടി അങ്ങോട്ട് ക്ഷമിക്കും. ഹലോ, എന്താടാ? നീലിമേ, നീ കോളേജിൽ എത്തിയോടി? ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് ഇപ്പൊ എത്തിയുള്ളൂ. നോക്ക്, മൊത്തം പ്രശ്നമാണേ. നിന്നെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ലേഖ ടീച്ചർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നീ റാഗ് ചെയ്ത കുട്ടി എല്ലാ തെളിവുകളും വന്ന് കൊടുത്തോണ്ടിരിക്കുക. നീ വേഗം കോളേജിലേക്ക് വന്ന് എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ പണി പാടും. ഈശ്വര, ഞാനിത് ഇപ്പൊ എത്തി. ഞാനെല്ലാം ഇപ്പോഴും എൻ്റെ സിനിമയിൽ 100ഓളം പുതിയ താരങ്ങൾക്കാണ് അവസരം കൊടുക്കാറുള്ളത്. അപ്പം നിങ്ങളിൽ നല്ല കഴിവുള്ളവരുണ്ടാവാം, നല്ല പ്രതിഭയുള്ളവരുണ്ടാവാം.
അപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാറുണ്ടെങ്കിലും പലർക്കും അതിൽ വിളിച്ച് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്നത് ദയവായി ഒരു മെസ്സേജ് അയക്കുക, അത്രയും കോള് വരുന്നുണ്ട്. ഇനിയും എൻ്റെ നമ്പർ കയ്യിലില്ലാത്തവർ ദയവായി നോട്ട് ചെയ്യുക. 9947725911. ഇതാണ് എൻ്റെ നമ്പർ. 9947272911. അഭിനയ താല്പര്യമുള്ള ആളുകൾ ദയവായി എൻ്റെ ഇമെയിലിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ് സെൻഡ് ചെയ്യൂ. കാർണിവൽ CARNIVAL കാർണിവൽ 55555555@gmail.com. എൻ്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യൽ എന്നാണ്. ഓക്കെ, എന്നാലും ചോദിച്ചൊരു ഉത്തരത്തിലേക്ക് വരാം. സൂര്യ TV-യുടെ മലയാളി എന്ന പരിപാടി കൊണ്ട് അവരുദ്ദേശിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഭയങ്കര സംഭവം അല്ലെങ്കിൽ ഭയങ്കര കഴിവുള്ളവൻ എന്നൊക്കെ പറയുന്ന നമ്മളുടെ കലാകാരന്മാരായിക്കോട്ടെ, സിനിമാക്കാരായിക്കോട്ടെ, ക്രിക്കറ്റുകാരായിക്കോട്ടെ, ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ ക്യാരക്ടറിലൂടെയാണ്. ഒരു ക്രിക്കറ്ററെ നിങ്ങൾ വിലയിരുത്തുന്നത് അയാൾ സെഞ്ചുറി അടിക്കുമ്പോഴോ 5 വിക്കറ്റ് എടുക്കുമ്പോഴാണ്. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയുന്നില്ല. അതിനുള്ള അവസരം നമുക്ക് അതിൽ കിട്ടുന്നില്ല. ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി കൊണ്ട് ചെയ്യുന്നത്. ആരാണ് ഏറ്റവും നല്ല മലയാള സംസ്കാരം കീപ്പ് ചെയ്യുന്നത്, ഇതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ 16 പേരെ സെലക്ട് ചെയ്യുന്നു. ഫോർച്ചുനേറ്റ്ലി ഞാൻ അതിലൊരാളായിരുന്നു. ഓരോരുത്തരും അവരുടെ അച്ഛനും അമ്മയും കൊടുത്ത സംസ്കാരം കാണിച്ചു തന്നു. അതാണ് നിങ്ങൾ കണ്ടത്. ചില ആളുകളുടെ സംസ്കാരം പരിധി വിട്ട് ബോറായെങ്കിൽ അതിനെ സൂര്യ TV-ക്കോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു ഉത്തരവാദിത്വമില്ല. അവരുടെയൊക്കെ അച്ഛനും അമ്മയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ പരിപാടി വ്യക്തിപരമായിട്ട് എനിക്ക് പലരുടെയും സംസ്കാരം ഭയങ്കര ബോറായിരുന്നു. എനിക്ക് മരിച്ചാൽ നരകത്ത് പോകുന്നൊരു സിറ്റുവേഷൻ, എനിക്ക് നരകത്ത് പോകുമെന്ന് പറയുന്നത് ഞാൻ പേടിക്കൂല, കാരണം മലയാളീസ് പോയതുകൊണ്ട്. അതേസമയം ഒരു പരിപാടി എന്ന രീതിയിൽ വളരെ സക്സസ്ഫുൾ ആണ്. എൻ്റെ പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കള്ളമൊഴിയെ എന്നെ കനിയണമേ. തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപ്പാട്ടും പാടി ഞാൻ പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. നീ തൊട്ട തെന്നലേറ്റാൽ നരകവും സ്വർഗമാകും. നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. ദർശിനി പ്രിയദർശിനി ദർശിനി ദർശിനി പ്രിയദർശിനി ദർശിനി. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കള്ളമൊഴിയെ എന്നെ കനിയണമേ. കുളിർക്കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും പാട്ടും കൃഷ്ണപാട്ടും പാട്ടും. മലപ്പുറം ജില്ലയിലേക്ക് വരുന്നത് തന്നെ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു